എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കനകക്കുന്നിലേക്ക് പോവുകയാണ്. കനകക്കുന്നിൽ മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിന്റെ പ്രോഗ്രാം നടക്കുകയാണ്. അതിൽ യൂട്യൂബിന്റെ 2 ദിവസത്തെ പ്രോഗ്രാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3ാമത്തെ ദിവസത്തെ പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ദേ സൽമാൻ കാർ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. നിസാറിക്ക് അതേ ഷൂസൊക്കെ ഇട്ട് റെഡിയാവുന്നു. അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കൊച്ചു മക്കള് എനിക്കൊരു പെണ്ണ് തന്നു കേട്ടോ, എഴുതാനായിട്ട്. ഹലോ കിച്ചൻ. വീണ്ടും വൈശാഖിനെ 3ാമത്തെ ദിവസത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു ജോലിയില്ലാതെ നടക്കാൻ വിചാരിക്കരുത്, വിശ്രമിക്കുകയായിരുന്നു ആ സമയത്താണ് കണ്ടത്. നിങ്ങളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിരുന്നു. യൂട്യൂബിന്റെ സെഷനിൽ നിങ്ങൾ ഫീച്ചർ ചെയ്തിരുന്നു അല്ലേ? നിങ്ങളെ സാലു കിച്ചണിലും കണ്ടു. ഞാനിപ്പോലെ while your freckles seduce my fingers. Oh, now lightning strikes. We don't care about death, but we are gasping for breath. In the bubbly foamy broth of a witch's brew, we blew, you and I, side by side, together at the furnace of life. Together forever we broke apart. And now my breath smells wintergreen. And now our eyes, like traders, gleam. For I gave... Madhrubhumi International Festival of Letters 2019 powered by Bima. Next up is a very interesting workshop on how to start a YouTube channel. Hi everyone, how's it going? Are you guys having fun at MBIFL? Yeah. Awesome, that's more like it. So I'm Bharat Gangadharan, I'm a partner manager with YouTube. 2019 കേരളത്തിൽ നിന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ കോൺഫിഡൻസോട് കൂടി തന്നെ ചെയ്യും. അത് വ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കാണുന്നവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്യുന്ന എപ്പോഴും ഒരു ഈസി മെത്തേഡിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണം, ഒരു തുടക്കക്കാർക്ക് തന്നെ അത് ഉണ്ടാക്കാൻ കഴിയണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പം സീരിയൽ കാണുന്നവർക്കറിയാം ഇത്ര സമയത്ത് ഇത്ര സീരിയൽ, ഈ സീരിയൽ ഇത്ര മണിക്കാണ്, 8 മണിക്കാണ്, മറ്റേ സീരിയൽ 8:30ക്കാണ്, മറ്റേ സീരിയൽ 9 മണിക്കാണ്. അപ്പോൾ സ്ഥിരം അവർ ആ സമയത്ത് ആ ദിവസത്തെ വീഡിയോകളും 1 lakh ക്രോസ് ചെയ്തു. ഇന്നത്തെ വീഡിയോ 5 മണിക്കൂറായിട്ടും 6000 വ്യൂ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ടെടുത്ത കണ്ടന്റാണ്. വെറുതെ ദോശ കഴിക്കാൻ പോയിട്ട് 10 മിനിറ്റ് കൊണ്ട് എടുത്തൊരു വീഡിയോ 1 ലക്ഷം പേര് കണ്ടു. ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ടെടുത്ത കണ്ടന്റ്. ഞാൻ രാജഗോപാൽ, എറണാകുളത്താണ് താമസിക്കുന്നത്. ഷീമാർട്ടിലെ അഡ്വർടൈസിംഗ് മാനേജറാണ്. വർഷം 25 കൊല്ലമായിട്ട് മീഡിയയിലുള്ള വ്യക്തിയാണ്.
പേര്? എല്ലാം കണ്ട് അന്ന് വിട്ടിരിക്കാൻ. ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് ആരുടെ കൂടാണെന്ന് അറിയാലോ? എൻ്റെ പേര് ഇബാദ് റഹ്മാൻ എന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാനൊരു 1.5 years ആയിട്ടാണ് യൂട്യൂബിൽ എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പക്ഷേ ലോട്ട് ഓഫ് ക്ലയൻസ്, ഒരുപാട് ക്ലയൻസുകളുടെ ചാനലുകൾ മാനേജ് ചെയ്യുകയും വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഇടുവോ? തീർച്ചയായിട്ടും താഴെയുള്ള ലിങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മൈസെൽഫ്, എൻ്റെ പേര് റോബിൻ എന്നാണ്. ഞാനിപ്പോൾ കോട്ടയത്താണ്, സ്വദേശികൾ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇന്നൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ യൂട്യൂബ് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അങ്ങനെ വന്നപ്പോഴാണ് മാഡത്തെ പരിചയപ്പെടാൻ പറ്റിയത്. ചാനലുണ്ട് കേട്ടോ. ചാനലിൻ്റെ പേര്, എൻ്റെ പേര് റോബിൻ എന്നാണ്. റോബ് മൈ ഷോ, ROBMySHOW, റോബ് മൈ ഷോ എന്നാണ് ചാനൽ പേര്. ട്രാവൽ വീഡിയോസാണ് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് വീഡിയോസ് ആയിട്ടുള്ളൂ. നിങ്ങളുടെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് വേണം. മാഡം എനിക്ക് ഒരു വേദി തന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോബിൻ്റെ ചാനലിലേക്ക് കയറിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശാലു ചേച്ചി കൂടി ശാലു ചേച്ചി വന്നിരിപ്പുണ്ട്. ശാലു ചേച്ചിയുടെ കിച്ചൺ കുക്കിംഗ് ടിപ്സ് ഒക്കെ നിങ്ങൾ പലരും കാണുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഇന്നിപ്പോ നമ്മളുടെ കൂടെ നിൽക്കുന്ന, നമ്മൾ ഈ യൂട്യൂബിന്റെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാവോ? നമ്മുടെ കിച്ചയുടെ അച്ഛനാണ് നിൽക്കുന്നത്. പിന്നെ ഇബാദ്, സുജിത്ത്, ശ്വേത, എല്ലാവരും ഉണ്ട്. എല്ലാ കാറ്റഗറി ആയല്ലേ? അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ചാനല്, അല്ല ഇവരുടെയൊക്കെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് താഴെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും കൊടുക്കും. ഇല്ലേ, എന്റെ വ്യൂവേഴ്സിന് അറിയാം, ഞാൻ എല്ലാവരുടെയും ലിങ്ക് ഇടാറില്ലേ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു കാര്യം കൂടി, ഇബാദ് പൗഡർ ഇട്ടിട്ടില്ല എന്ന് യൂട്യൂബേഴ്സിനിടയിലെ മമ്മൂട്ടിയാണ് ഇബാദക്ക എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും, പുള്ളി തന്നെ പറയുന്ന കേട്ടോ, ഞങ്ങളാരും പറയുന്നില്ല, പുള്ളി തന്നെ പറഞ്ഞു നടക്കില്ല. ശരിയാണ്, ആണല്ലേ? ശരിയാണ്. ആ ഒരു അഹങ്കാരം ചാളയൊന്നും ഇല്ല. ഇതാരാണെന്ന് അറിയാവോ? നമ്മുടെ രമ്യയുടെ ഹസ്സൻ ഉപരി ഞങ്ങള് അയൽപക്കക്കാരായിരുന്നു. രമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൗമുദി TV, ജയ്ഹിന്ദിലൊക്കെ എല്ലാത്തിലും വരുന്ന രമ്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേട്ടാ. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണിത്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് സംസമിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. സൽമാൻ അടുത്ത ട്രിപ്പ് മറ്റവരെ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം ഇപ്പം തിരിച്ചു പോകേണ്ടവരാണ്. ഇപ്പൊ 7 മണിയായി. 8 മണിക്ക് ഇവർക്ക് തിരിച്ചു പോകണം, സുജിത്തിനും ശ്വേതയ്ക്കും. പിന്നെ നമുക്കെപ്പോഴാണ് ഇവർക്കൊരു സമാധാനം. ഓ പിന്നെ ഓൾവേസ് വെൽക്കം. അപ്പൊ അവരുടെ യാത്ര പറഞ്ഞ് പോവാണ്. 8 മണിക്ക് ബസ്സുണ്ട്. ഇത് മൊത്തം ചിക്കൻ മൊത്തം ഞാൻ നിർത്തിട്ട് പോകണ്ടെന്നുള്ളത് ഞാൻ ഇത് ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ ടേസ്റ്റ് ആള് വന്ന് ആഗ്രഹിച്ച് ഓർഡർ കൊടുത്തതാണ്. പക്ഷേ അവർക്ക് ടൈം ആയതുകൊണ്ട് ശ്വേതയ്ക്ക് വേണ്ടി ഇനിയിപ്പം ഞങ്ങളാണിത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ പോവാൻ പോവുകയാണ്. ഇത്രയും നേരം
നമ്മളൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ചു അവർക്ക് ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ഇവർക്ക് പോകാനുള്ള തിടുക്കം ഉണ്ടായിരുന്നതുകൊണ്ട് സുജിക്കൊക്കെ നേരത്തെ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരു ദിവസം എന്തായാലും വരണം. അപ്പൊ നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്തതുപോലെ അല്ല നമ്മളുടെ ഈ വ്ളോഗ് അവസാനിക്കുന്നത്. നമ്മൾ വിചാരിച്ചതിലപ്പുറം അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് പിന്നെ ഉണ്ടായത്. അപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷെ അതിൽ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ശ്വേത ഓർഡർ ചെയ്ത ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് ശ്വേതയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. ശ്വേതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളാണ് അത് കഴിച്ചത്. കാരണം അവർക്ക് പോകേണ്ട സമയമായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പോവേണ്ടി വന്നു. എന്തായാലും നല്ല ഒരു ദിവസമായിരുന്നു ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ.